സംഭവബഹുലമായ ജോഡോ യാത്ര അത് മുംബൈയിൽ സമാപിച്ചപ്പോൾ അംബേദ്കറുടെ മണ്ണിൽ അദ്ദേഹത്തിൻ്റെ ഭരണഘടന വായിച്ചുകൊണ്ട് ജനലക്ഷങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി അവർക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. ഇന്ത്യൻ മതേതരത്വം സംരക്ഷിക്കപ്പെടേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഇന്ത്യക്കാരിൽ നിക്ഷിപ്തമാണ്. അതിനെ ഏത് ഫാസിസ്റ്റ് ശക്തി തച്ചുടയ്ക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും അനുവദിച്ചുകൂടാ എന്നത് ഉറക്കെ പ്രഖ്യാപിക്കേണ്ട അവസ്ഥയാണ്. മണിപ്പൂരിൽ നിന്നും മുംബൈ വരെയുള്ള 6200 കിലോമീറ്റർ ജൈത്രയാത്ര സംഭവബഹുലമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പല രീതിയിലുള്ള ദുർഘട ഘട്ടങ്ങളെയും അതിജീവിച്ച് തന്നെയാണ് അദ്ദേഹം ഈ യാത്ര സമാപനത്തിലേക്ക് എത്തിച്ചേർത്തത്. അതിനിടയിൽ പലരും പല രീതിയിൽ ഭീഷണി മുഴക്കി. അസാമിലെ മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു, രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയെ ഒരിക്കലും സമാപനം കുറിക്കാൻ പോലും അനുവദിക്കാതെ അറസ്റ്റ് ചെയ്ത് പ്രവർത്തകരെയും നേതാവിനെയും ഒക്കെ ജയിലിലടയ്ക്കുമെന്ന്. എന്നിട്ടെന്തേ കണ്ടില്ല. അതുമാത്രമല്ല, നിരവധി സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഉണ്ടായ പ്രക്ഷോഭങ്ങൾ നമുക്കറിയാം. ബംഗാളിൽ ഇതേ രീതിയിൽ തന്നെ മാൾഡയിൽ വെച്ച് വലിയ രീതിയിലുള്ള അക്രമ രാഷ്ട്രീയം നടത്താൻ തൃണമൂൽ കോൺഗ്രസ്സുകാർ പദ്ധതിയിട്ടു. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന രീതിയിൽ ഇപ്പോൾ കളിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന നിമിഷമായിരുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തെ ധ്വംസനം ചെയ്യുന്ന രീതിയിലുള്ള പ്രകടന രീതിയാണ് തൃണമൂൽ കോൺഗ്രസും അതുപോലെ തന്നെ ഏതാനും ചില കൂട്ടാളികളും നടത്തി വരുന്നത്. ബീഹാറിൽ നിതീഷ് കുമാർ NDയോട് അഭയം പ്രാപിച്ചപ്പോൾ തന്നെ നിതീഷ് കുമാറിൻ്റെ സ്വന്തം പാർട്ടിയായ ഐക്യജനതാദൾ ഇവിടെ രാഷ്ട്രീയത്തോട് അടിയറവ് പറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ എല്ലാവരും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നിതീഷ് കുമാറിൻ്റെ ഒരു രീതിയിലുള്ള രാഷ്ട്രീയവും ഇനി ചെലവാവുകയില്ല. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിക്ക് ഇവിടെ ശക്തമായ ബദൽ രൂപീകരിക്കാൻ കഴിയുമെന്ന് ജനങ്ങൾ ഓരോരുത്തരായി വിളിച്ചു പറയുമ്പോൾ, ഇല്ല, നിങ്ങൾക്കതിനുള്ള കെൽപ്പില്ല എന്ന് പറയുന്ന BJPക്കും BJPയുടെ അനുയായികൾക്കും കൊടുക്കുന്ന ഏറ്റവും വലിയ കടുത്ത രാഷ്ട്രീയ മറുപടി കൂടിയായിരിക്കും ഈ സമാപന സംഗമം. ജനലക്ഷങ്ങൾ അണിനിരന്ന ഈ സമാപന സംഗമം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാക്കിയ പുത്തൻ ഉണർവ് എന്ന് പറയുന്നത് ചെറുതല്ല. രാജ്യത്താകമാനം വിളയാടിക്കൊണ്ടിരിക്കുന്ന ഫാസിസത്തെ തുടച്ചു നീക്കാൻ അത്ര എളുപ്പമല്ല എന്നുള്ളത് അറിയാം. രാജ്യത്തിനകത്ത് പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മതം കലർത്താൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്ന പുതിയ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ എല്ലാം ഈ രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ്. ഈ രീതിയിലാണെങ്കിൽ സഹിഷ്ണുത എന്ന വാക്കിന് യാതൊരു പ്രസക്തിയുമില്ലാത്ത ഒരു ഭാരതത്തെ വിഭാവന ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള സംഘപരിവാർ അജണ്ടയെ കൂടി പൊളിച്ചെടുക്കലായിരിക്കും രാഹുൽ ഗാന്ധിയുടെ ഈ യാത്ര, ഈ സന്ദേശം എന്ന് തന്നെ പറയേണ്ടി വരും. മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒറ്റ വാക്യം മാത്രമാണ്: ഈ ഭാരതത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് ഈ തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിൽ നമ്മൾ നടത്തി വരുന്നത്.